ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലോട്ട് മാറ്റാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വറവായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഞാനിതിലേക്ക് അല്പം വേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്.
നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ദം ചെയ്യാം. അതിനായി ആദ്യം ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായി നമ്മൾ വേവിച്ചെടുത്ത കപ്പ കൂടി ദം ചെയ്യാം. അടുത്തതായി ഇതിന് മുകളിലായി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ എല്ലാ ഭാഗങ്ങളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി അല്പം ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്തതായി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായി അല്പം മല്ലിയില കൂടി സ്പ്രെഡ് ചെയ്ത ശേഷം അല്പം വേപ്പില കൂടി ചേർക്കുക. ഇനി നമുക്ക് ലോ സിമ്മിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആട്ടോ, കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്